മുത്തിക്കുളം മലയും എസ്റ്റേറ്റും ആളുകളെ പേടിപ്പെടുത്തുന്ന പ്രദേശമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റേറ്റ് ഉടമയായ പീലിപ്പോസ് അപകടത്തിൽ മരിച്ചു കിടന്ന സ്ഥലമായിരുന്നു മുത്തിക്കുളം തടാകം. അപകടത്തിൽ മരിച്ചതാണോ ഇനി ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്നൊന്നും ആർക്കും അറിയില്ല. എന്തു തന്നെയായാലും ആ കുളത്തിൽ പിന്നീട് ആരും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയവരാരും പിന്നീട് പൊങ്ങിയിട്ടുമില്ല. എന്തായാലും ഇവിടെ ഈ മലയോര പ്രദേശത്ത് കുറച്ച് നാളുകളായി പീലിപ്പോസിൻ്റെ പ്രേതത്തെ കണ്ടവരുണ്ട്. പലരെയും ആക്രമിച്ചിട്ടുമുണ്ട്. മലയോരത്തെ ജനങ്ങൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. കാരണം പീലിപ്പോസിൻ്റെ പ്രേതം തന്നെ. മുത്തിക്കുളം എസ്റ്റേറ്റ് ഇന്നും ആരും താമസിക്കാതെ കാടുപിടിച്ച് കിടക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പീലിപ്പോസിൻ്റെ അപ്പൻ്റെ അപ്പനായ പത്രോസ് വാങ്ങിയതാണ് വിസ്തൃതമായി കിടന്നിരുന്ന മുത്തിക്കുളം എസ്റ്റേറ്റ്. ഏലം, ഇഞ്ചി, കുരുമുളക് എന്നിവ വൻതോതിൽ കൃഷി ചെയ്തിരുന്നു. അന്ന് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിലും നല്ല കൂലിയും ലഭിച്ചിരുന്നു. പത്രോസിൻ്റെ മരണത്തോടെ മകനായ വർക്കിയാണ് പിന്നീട് കാര്യങ്ങൾ നോക്കിയിരുന്നത്. വർക്കിയുടെ കാലം കഴിഞ്ഞപ്പോൾ പീലിപ്പോസിലേക്ക് വന്നു ചേർന്നു. പീലിപ്പോസ് വന്നതോടുകൂടി ആ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടകാലവും തുടങ്ങി. പ്രത്യേകിച്ച് ആദിവാസി പെണ്ണുങ്ങളുടെ വേട്ടയാടലും മദ്യവും പെണ്ണും ഇതായിരുന്നു പീലിപ്പോസിൻ്റെ രീതി. ഒരു ദിവസം താഴ്വരയിലെ ആദിവാസി ഊരിലെ മൂപ്പൻ്റെ മകളെ പീലിപ്പോസ് കാണാനിടയായി. തൻ്റെ അനുയായികളെ വിട്ട് മൂപ്പൻ്റെ മകളെ പിടിച്ചു കൊണ്ടുവരികയും അവളെ നശിപ്പിക്കുകയും കൊന്നുകളയുകയും ചെയ്തു. ചോദിക്കാൻ വന്ന മൂപ്പനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പീലിപ്പോസിൻ്റെ മൃതദേഹം മുത്തിക്കുളം തടാകത്തിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു. പലർക്കും സന്തോഷം കൊടുത്ത ഒരു കാഴ്ചയായിരുന്നു അത്. മൃതദേഹം എടുക്കാൻ ആരും തയ്യാറായില്ല. കാരണം തടാകത്തിൻ്റെ ആഴം തന്നെ. പിറ്റേന്ന് പീലിപ്പോസിൻ്റെ മൃതദേഹം ആ തടാകത്തിൽ ആരും കണ്ടില്ല. ചിലപ്പോൾ താഴ്ന്നു പോയിട്ടുണ്ടാവും എന്ന് കരുതി. മലമുത്തി ക്രൂരനായ പീലിപ്പോസിനെ തടാകത്തിൽ വീഴ്ത്തിക്കൊന്നു എന്നാണ് ആദിവാസികൾ കരുതിയിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദിവാസി ഊരിലെ കുറച്ച് ചെറുപ്പക്കാർ വേട്ടയ്ക്ക് പോയി മടങ്ങുന്നേരം മുത്തിക്കുളം തടാകത്തിൻ്റെ തീരത്ത് വെച്ച് പീലിപ്പോസിൻ്റെ പ്രേതത്തെ കണ്ടു. അതായിരുന്നു ആ ഊരിലെ ആളുകളുടെ രാത്രി പേടിയുടെ തുടക്കം. ഇത്രയും പറഞ്ഞു നിർത്തി സൂരജ് ഡിറ്റക്റ്റീവ് ശേഖറിൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഖർ സൂരജിനെ നോക്കി പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ്. ഡിറ്റക്റ്റീവ് ശേഖർ, താങ്കൾക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഇത് പ്രേതമാണോ അതോ മനുഷ്യനോ? രണ്ടുമാകാം. ശേഖർ എണീറ്റു തൻ്റെ അസിസ്റ്റൻ്റായ ഡയാനയെ നോക്കി. മുത്തിക്കുളം എസ്റ്റേറ്റിലേക്ക് പോകാൻ റെഡിയായിക്കോളൂ. ഡിറ്റക്റ്റീവ് ശേഖർ തൻ്റെ സുഹൃത്തായ സ്പിരിച്വലിസത്തിൽ ഗവേഷണങ്ങൾ നടത്തുന്ന ചാർലിയെ ചെന്ന് കണ്ടു. കാര്യങ്ങൾ കേട്ടപ്പോൾ ചാർലിക്കും ഇൻട്രസ്റ്റായി. അവിടെ പോകാൻ ചാർലിയും അവരോടൊപ്പം കൂടി. ആ വിചിത്ര സംഗതികളെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ മുത്തിക്കുളം എസ്റ്റേറ്റിലെത്തി. നേരെ പോയത് മുത്തിക്കുളം ആദിവാസി ഊരിലേക്കാണ്. അവിടെ ചെന്ന് അനുഭവം ഉണ്ടായെന്ന് പറയുന്ന ആളുകളോട് സംസാരിച്ചു. അവർ പറഞ്ഞത്, വേട്ടയ്ക്ക് പോയപ്പോഴാണ് മുത്തിക്കുളം തടാകത്തിൻ്റെ തീരത്ത് വെച്ച് പീലിപ്പോസിൻ്റെ പ്രേതത്തെ കണ്ടത്. കഴുത്തു മുതൽ പാദങ്ങൾ വരെയും കൈവിരലുകളും മറയ്ക്കുന്ന കറുത്ത നെടുങ്കൻ പുതപ്പ്, പാറിപ്പറക്കുന്ന തലമുടി, ചുവന്ന കഴുകൻ കണ്ണുകൾ, ഭീകരത വിളിച്ചോതുന്ന നാസികയും ചുണ്ടുകളും വലിഞ്ഞു മുറുകിയ കവിളുകളും. ഇത് കണ്ട് വേട്ട സംഘം വിറച്ചുപോയി. ആ രൂപത്തെ നോക്കി നിൽക്കവേ ആ രൂപം ആവിയായി പോയ പോലെ അപ്രത്യക്ഷമായി. വേട്ടക്കാർ ജീവനും കൊണ്ടോടി. പിന്നീട് പലരും ഈ രൂപത്തെ കണ്ടു. തടാകക്കരയിലും മലയടിവാരത്തും എസ്റ്റേറ്റിലും അങ്ങനെ പലയിടത്തും വെച്ചും. ആണുങ്ങളെ ഉപദ്രവിച്ചതായിട്ട് അറിവില്ല. സ്ത്രീകൾക്കാണ് പല വിചിത്ര സംഭവങ്ങളും അനുഭവപ്പെടുന്നത്. അവരുടെ തുടയിൽ നിന്നും രക്തം നഷ്ടപ്പെടുന്നു. ചിലർ മരിച്ചു കിടക്കുന്നു. മറ്റു ചിലർക്ക് ബോധം നഷ്ടപ്പെട്ട് കിടന്നിരുന്നു. ഓ, എന്തായാലും വിചിത്രം, അവിശ്വസനീയം, ഡിറ്റക്റ്റീവ് ശേഖർ പറഞ്ഞു. അതിനുശേഷം എസ്റ്റേറ്റിൽ പോയി പരിസരങ്ങളൊക്കെ വീക്ഷിച്ച് അവർ തിരിച്ച് താമസിക്കുന്ന വീട്ടിലെത്തി. സമയം പാതിരയോടടുക്കുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ വിചിത്ര സംഭവങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നു. സമയം പാതിര കഴിഞ്ഞു.
എന്തായാലും ഇനി അല്പം ഉറങ്ങാം. ഓ, തണുപ്പ് കൂടുകയാണ്. ഡയാന ഉറങ്ങുവാൻ നിശ്ചയിച്ച് നിവർന്നു കിടന്നു. കമ്പിളി പുതപ്പെടുത്ത് പുതച്ച് കണ്ണുകൾ ഇറുകെ പൂട്ടി. രാത്രി അതിൻ്റെ മൂന്നാം യാമത്തിലേക്ക് കടന്നുകൊണ്ടിരുന്നു. ചൂളൻ കാറ്റ് ചുഴറ്റിയടിക്കുന്ന ശബ്ദം, തൂങ്ങിക്കിടക്കുന്ന റാന്തൽ ആടിത്തുടങ്ങി. ആ സ്വരം ഡയാനയുടെ കണ്ണു തുറപ്പിച്ചു. പുറത്ത് എന്തോ കണ്ടിട്ട് ഭയപ്പെട്ടിട്ടെന്ന വണ്ണം നത്തുകൾ മൂളി. കൂടെ നരിച്ചേറുകൾ കടിപിടി കൂടുന്ന സ്വരം. കാറ്റ് ശക്തിയോടെ വീണ്ടും വീശി. ഡയാനയ്ക്ക് അത് തൊല്ല് അസ്വസ്ഥതയുണ്ടാക്കി. ആ നിമിഷത്തിൽ സമീപത്തെ കുന്നിൻ നിന്നും കുറുനരികൾ ഓലിയിടുവാൻ തുടങ്ങി. അതിന് പിന്നാലെ മലയോരത്ത് നിന്നും ചെന്നായ്ക്കളും ശബ്ദിക്കാൻ ആരംഭിച്ചു. ഓ, എന്താണിത്? കാട്ടുപ്രദേശമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും ഡയാനയുടെ അസ്വസ്ഥത അല്പം കൂടി വർദ്ധിച്ചു. ജനാലിനടുത്ത് നിന്നും ഒച്ചയുണ്ടായി. ഡയാന മെല്ലെ തലയുയർത്തി നോക്കി. ജനൽക്കുറ്റി അതിൻ്റെ കുളുത്തിൽ നിന്നും തെറിച്ചകന്നിരിക്കുന്നു. ഡയാന ആ ജനാലയിലേക്ക് നോക്കി. അതിൻ്റെ കുറ്റി എങ്ങനെയോ എടുത്തിരിക്കുന്നു. അത് കുറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലോ. അവൾ അതാലോചിച്ച്. എങ്ങനെ? അപ്പോഴേക്കും ആ കതകുപാളി വളരെ സാവധാനം അകലുവാൻ തുടങ്ങി. താൻ കാണുന്നത് സ്വപ്നമല്ല, സത്യം തന്നെയാണ്. കുറ്റി യാദൃശികമായി വിട്ട് കാറ്റത്ത് കതക് അകലെയാണെന്ന് കരുതാൻ ശ്രമിച്ചെങ്കിലും ഡയാനയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഡയാന ഞെട്ടലോടെ എഴുന്നേറ്റു. ജനൽ കതക് അകന്നുകൊണ്ടേയിരുന്നു. ഡയാനയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ജനലിനപ്പുറത്ത് ഒരു അവ്യക്ത കറുത്ത രൂപം. അതിൻ്റെ നീളൻ മുടികൾ കാറ്റിൽ ഇടക്കിക്കൊണ്ടിരുന്നു. ഡയാന അലറുവാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. വിചിത്രമായൊരു തളർച്ച ഡയാനയ്ക്ക് അനുഭവപ്പെട്ടു. ആരോ തന്നെ നിയന്ത്രിക്കുന്നു. ഒന്നിനും കഴിയാതെ അങ്ങനെ നിൽക്കുന്ന ഡയാനയോട് ആരോ ആജ്ഞാപിക്കുന്നു, വാതിൽ തുറന്ന് പുറത്തേക്ക് വരൂ നീ. ഡയാന വരാന്തയിലേക്ക് കടന്ന് പാളികൾ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ആ രൂപത്തെ കണ്ട ഭാഗത്തേക്ക്. ഡയാന ആ രൂപത്തിൻ്റെ മുന്നിൽ നിശ്ചലമായി നിന്നു. ഈ സമയം താഴെ വഴിയിൽ നിന്നും നായ ദയനീയമായി ഓലിയിട്ടു തുടങ്ങി. ആ രൂപം മെല്ലെ നീങ്ങി. പുറകെ ഡയാനയും. മുത്തിക്കുളം തടാകക്കരയിൽ ചെന്ന് ആ രൂപം നിന്നു. തിരിഞ്ഞ് ഡയാനയുടെ ചുമലിൽ കൈവച്ചു. അവൾക്ക് തൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. നിലാവെളിച്ചത്തിൽ ആ രൂപത്തെ ഡയാന നേരിട്ട് കണ്ടു. പാറിപ്പറന്ന മുടിയിഴകൾ, തടിച്ച ചുണ്ടുകൾ, നീണ്ട നാസിക, ആരെയും ഭയപ്പെടുത്തുന്ന ചുവന്ന ചോരക്കണ്ണുകൾ. കഴുത്തു മുതൽ കാലുവരെ കറുത്ത പുതപ്പ് കൊണ്ട് മറഞ്ഞിരിക്കുന്നു. ആ രൂപം ശബ്ദിച്ചു തുടങ്ങി. എന്നെ നേരിടുവാനായി വന്നതാണ് നിങ്ങൾ എന്നെനിക്കറിയാം. നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ ആ രൂപം താക്കീതോടെ മുരണ്ടു. എന്നിട്ട് ഡയാനയെ നോക്കി. ഡയാന അപ്പോഴും ഒരു മോഹാലസ്യത്തിലായി. ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. പകരം അവളിൽ രതിസ്പന്ദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആ രൂപം അവളെ കോരിയെടുത്ത് ആ പുൽത്തകിടിയിൽ കിടത്തി. ആ രൂപം അവളുടെ മേലേക്ക് അമർന്നു. തൻ്റെ കരാതരങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. ഡയാനയുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഏറെ സമയം കഴിഞ്ഞു. ഡയാന രതിമൂർച്ചയിൽ മോഹാലസ്യപ്പെട്ടു വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡയാനയ്ക്ക് ബോധം വന്നു. അവൾ ആ പുൽത്തകിടിയിൽ തന്നെയായിരുന്നു. ഡയാന ചാടി എണീറ്റു. തുടയിൽ ആകെ നീറ്റൽ. നോക്കിയപ്പോൾ
ചുവന്ന രക്തം ഒഴുകിയിറങ്ങിയിരിക്കുന്നു. പിറ്റേന്ന് കഴിഞ്ഞ രാത്രി തനിക്കുണ്ടായ അനുഭവങ്ങൾ ഡയാന വല്ലവിധേനയും അവതരിപ്പിച്ചു നിർത്തി. അമ്പരന്ന അവസ്ഥയിൽ അതൊക്കെ കേട്ടിരിക്കുകയായിരുന്നു സൂരജും ഡിറ്റക്റ്റീവ് ശേഖറും ചാർലിയും. അവൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. എന്തായാലും ഭാഗ്യം, അപകടകരമാം വണ്ണം രക്തം നഷ്ടപ്പെട്ടിട്ടില്ല. ഉടനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, ചാർലി പറഞ്ഞു. ഡയാന, ഇനി ഇവിടെ നിന്നുകൂടാ. ഇന്നു തന്നെ നാട്ടിലേക്ക് മടങ്ങണം. എനിക്കിനി ഇവിടെ തങ്ങുവാനുള്ള ധൈര്യമില്ല. അവനെതിരെ നീങ്ങിയാൽ നിങ്ങളെയും അപകടപ്പെടുത്തും എന്നാണ് താക്കീത് ചെയ്തിരിക്കുന്നത്. ചാർലി നീണ്ട ആലോചനയിലായിരുന്നു. എന്താ ചാർലി ഒരു ആലോചന? ഞാൻ പീലിപ്പോസിൻ്റെ കഥ ഒന്ന് റിവൈൻഡ് ചെയ്യുകയായിരുന്നു. പീലിപ്പോസ് ജീവിച്ചിരുന്ന സമയത്ത് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് കന്യകളായ യുവതികളിൽ അമിത തൽപരനും ആയിരുന്നുവെന്നത് കഥകൾ കേട്ടറിഞ്ഞ് എല്ലാവർക്കും അറിയാം. എന്നാൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്ന പീലിപ്പോസ് പ്രേതമായി തീർന്നപ്പോൾ അതിന് പകരം യുവതികളുടെ രക്തം കുടിക്കുന്നു. അതുവഴി അവർക്ക് രതിസായുജ്യം പകർന്നു നൽകുന്നു, ചാർലി തുടർന്നു. പ്രേതങ്ങൾ രക്തം പാനം മാത്രമേ ചെയ്യൂ എന്നാണല്ലോ പണ്ട് മുതലുള്ള വിശ്വാസം. അവന് ആവശ്യം ചോര മാത്രമാണ്. അത് പുരുഷൻ്റെയും ആവാം. പക്ഷേ ഇവിടെ യുവതികളെ മാത്രമാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത്, ഡിറ്റക്റ്റീവ് ശേഖർ പറഞ്ഞു. അതെ, അവന് മറ്റെന്തോ ലക്ഷ്യം കൂടിയുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾ പരകായ പ്രവേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോഡ് വിട്ട് കോഡ് മാറൽ എന്ന് പറയും, ചാർലി തുടർന്നു. ശരീരം നശിക്കാറായെന്നുറപ്പാകുമ്പോൾ മറ്റൊരു ശരീരത്തിലെ ആത്മാവിനെ പുറന്തള്ളി അതിൽ കയറിക്കൂടുക എന്ന സംഗതി, സൂരജ് പറഞ്ഞു. ശരിയാണ്, ഞാനും ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഡിറ്റക്റ്റീവ് ശേഖർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ കാണുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവാം. ഈ താഴ്വരയുടെ ഏതോ കോണിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവാം. അതാരാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇനി നമുക്ക് സമയം കളയാനില്ല, ഇപ്പോൾ തന്നെ തുടങ്ങണം. 3 പേരും എന്തിനും റെഡിയായി എണീറ്റു. അവർ 3 പേരും 3 വഴിക്ക് തിരിഞ്ഞു. എന്തെങ്കിലും അസാധാരണമെന്ന് തോന്നുന്ന വ്യക്തികളെക്കുറിച്ച് അടുത്തറിയാവുന്ന കുറച്ച് ആളുകളിൽ നിന്ന് സൂരജ് വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണം രഹസ്യമായി തന്നെ തുടർന്നു. അന്ന് രാത്രി ഡിറ്റക്റ്റീവ് ശേഖർ ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ച് മെഴുകുതിരി വിളക്ക് കുറച്ചുകൂടെ അടുപ്പിച്ചു വെച്ച് താൻ ശേഖരിച്ച കാര്യങ്ങൾ തൻ്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. 1 മിനിറ്റ് പിന്നിട്ട് കാണും. നെരിപ്പോടിൽ എരിയുന്ന വിറകിൻ മുട്ടി നീരിപ്പൊട്ടുന്ന ശബ്ദം ശ്രവിച്ച് ശേഖർ ഇടതുവശത്തേക്ക് തലതിരിച്ചു. നെരിപ്പോടിൽ നിന്നും തീക്കനലൊന്നും പുറത്ത് ചാടിയിട്ടില്ല എന്നയാൾ ഉറപ്പുവരുത്തി. വീണ്ടും ഡയറിയിൽ കുത്തിക്കുറിക്കുന്നതിൽ മുഴുകി. തത്സമയം ആരോ ഊതിക്കെടുത്തിയതുപോലെ മെഴുകുതിരി അണഞ്ഞു. പുറത്ത് കാറ്റ് വീശുന്നുണ്ടെങ്കിലും അത് വാതിലുകൾ അടച്ചിരുന്നതിനാൽ മുറിയിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. അതുകൊണ്ട് ശേഖറിന് ആ സംഭവത്തിൽ അസാധാരണത്വം തോന്നി. അയാൾ പതുക്കെ എഴുന്നേറ്റു. പുറത്ത് നായ്ക്കൾ ശബ്ദിക്കുന്നത് കേൾക്കാമായിരുന്നു. അയാൾ സമീപത്ത് വെച്ചിരുന്ന ടോർച്ചെടുത്ത് പുറത്തേക്ക് പോകാനിറങ്ങി. ആ നേരത്ത് ശേഖർ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കണ്ടു. തൻ്റെ ഡയറി അത് നെരിപ്പോടിനെ ലക്ഷ്യമാക്കി വായുവിൽ നീങ്ങുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആ ഡയറി തീയിൽ കത്തിയമർന്നു. ശേഖറിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ എഴുതിയുണ്ടാക്കിയ നോട്ടുകൾ നശിച്ചിരിക്കുന്നു. ആരോ നശിപ്പിച്ചിരിക്കുന്നു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന് തന്നിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരാജ്ഞ അയാളുടെ ചെവിയിലെത്തി, പുറത്തേക്ക് വരിക. ആ ആജ്ഞയ്ക്കനുസരിച്ച് ശേഖർ ചലിച്ചു തുടങ്ങി. അയാൾ കുറ്റികളകറ്റി വാതിൽപ്പാളികൾ തുറന്നു. പിന്നെ യാന്ത്രികമെന്നോണം പുറത്തേക്ക് ചുവടുകൾ വെച്ചു.
ഭയപ്പെടുകയും അസ്വസ്ഥമാകുകയും ചെയ്യുന്നത് പോലെ നായ വല്ലാത്ത സ്വരങ്ങൾ പുറപ്പെടുവിച്ചു. ശേഖർ 2-3 ചൂടുകൾ വെച്ച് ഇരുട്ട് കട്ട പിടിച്ച വീടിൻ്റെ പുറകിലെത്തി. കഴുത്തിൻ്റെ മേലറ്റം മുതൽ കാൽപാദം വരെ കറുത്ത ഗ്ലൗൺ ധരിച്ച ആ പ്രേതത്തെ അവ്യക്തമായി ശേഖർ കണ്ടു. ശേഖറിന് ചുറ്റും ഗൂഢമായൊരു കാന്തിക വലയം ഉള്ളതുപോലെ അനുഭവപ്പെട്ടു. ധൈര്യം സംഭരിച്ച് ശേഖർ ടോർച്ചിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. അത് കത്തിയില്ല. അയാൾ വീണ്ടും അത് തുടർന്നു. ഒരനക്കവുമില്ല. ശേഖർ ആ പ്രേതത്തെ നോക്കി. അത് ശബ്ദിച്ചു തുടങ്ങി. ഇനിയും നീ എനിക്കെതിരെ നീങ്ങുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടും. പക്ഷേ ഇപ്പോൾ കണ്ട ഈ സൗഹൃദം അപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അണലി ചീറ്റുന്നത് പോലെയായിരുന്നു ആ സത്വത്തിൻ്റെ വായിൽ നിന്നും വരുന്ന സംസാരം. പെട്ടെന്ന് ശേഖറിൻ്റെ കയ്യിൽ ടോർച്ച് തെളിഞ്ഞു. തൻ്റെ മുമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സാത്താനെ ആ ഭാഗത്തെങ്ങും കണ്ടില്ല. ഒറ്റ സെക്കൻഡിൽ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നത് കണക്കെ അയാൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അവിടെയാകെ രൂക്ഷ രക്തത്തിൻ്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് ശേഖർ എല്ലാവരെയും വിളിച്ചു തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡിൽ അയാൾ എൻ്റെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷമായി. അവന് ചുറ്റും അതിശക്തമായ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി സൃഷ്ടിച്ച് മറ്റുള്ളവരെ കബളിപ്പിച്ച് നിൽക്കുവാനും നടന്നകലുവാനും ഉള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതൊരു മനുഷ്യനാണ്. ഇത്രയും നാളും എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കുറപ്പായി. കൂട് വിട്ട് കൂടുമാറാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെ ഉറപ്പിക്കാൻ എനിക്ക് വേറെയും കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ അയാൾ പ്രേതം ആണെന്ന് കരുതുക. പ്രേതങ്ങൾക്ക് കുരിശ്, ഹനാൻ വെള്ളം, വാഴ്ത്തിയ അപ്പം, വെളുത്തുള്ളിപ്പൂവ് തുടങ്ങിയ വിശുദ്ധ വസ്തുക്കൾ ഭയമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവൻ്റെ ഇരയായ ഡയാനയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയിൽ വെഞ്ചരിച്ച കുരിശുരൂപം കൊളുത്തിയിരുന്നു. അതൊന്നും അവന് പ്രശ്നമായിരുന്നില്ല. അതിനാൽ അവൻ വിദഗ്ധമായി കബളിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ശേഖർ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എല്ലാവരുടെയും മുഖത്ത് ഒരു ആത്മവിശ്വാസം വന്നതുപോലെ തോന്നി. പിന്നെ വൈകിയില്ല. സൂരജ് നേരെ ആദിവാസി ഊരിൽ ചെന്ന് കാര്യങ്ങൾ ഒന്നുകൂടി തിരക്കി. ആരെങ്കിലും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുതിയതായി താമസിക്കാൻ വന്നിരുന്നു? അത് കേട്ട് മൂപ്പൻ്റെ മകനായ ചോണൻ പറഞ്ഞു. സാർ, വന്നിരുന്നു. ഒരു വൈദ്യൻ വന്നിരുന്നു. അയാൾ ആ മലയുടെ അടിവാരത്താണ് താമസം. സൂരജ് ഉറപ്പിച്ചു. ഞങ്ങൾ തേടിക്കൊണ്ടിരുന്ന ആ സാത്താൻ അയാളാണെന്ന്. ശേഖറും ചാർലിയും സൂരജും അങ്ങോട്ടേക്ക് ചെന്നു. മലയുടെ അടിവാരത്തിൽ ഓല കൊണ്ട് മേഞ്ഞ ഒരു കുടിൽ. അതിൻ്റെ പരിസരത്ത് കുന്തിരിക്കത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം കാറ്റിൽ കറങ്ങിക്കൊണ്ടിരുന്നു. പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ട് അയാൾ പുറത്തേക്ക് വന്നു. എല്ലാവരെയും മനസ്സിലായെങ്കിലും മനസ്സിലാകാത്ത പോലെ അയാൾ തിരക്കി. ആരാ? എവിടുന്ന? ശേഖർ പറഞ്ഞു. ഞങ്ങൾ ഒരു സാത്താനെ പിടിക്കാൻ ഇറങ്ങിയതാ. അറിഞ്ഞപ്പോൾ അയാൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ശേഖർ ഒരു ചിരിയോടെ അയാളെ നോക്കി. പറഞ്ഞു തീർന്നില്ല. കാറ്റിൻ്റെ വേഗതയിൽ പാഞ്ഞു വന്ന അയാൾ ശേഖറിനെ ചവിട്ടിത്തെറിപ്പിച്ചു. മറ്റുള്ളവർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. 3 പേർക്കും അയാളെ നേരിടാനായില്ല. 10 ആളുടെ ശക്തിയുണ്ടെന്ന് തോന്നി ആ സാത്താനെ. ഈ സമയം ശേഖർ ഒരു കാര്യം നോട്ട് ചെയ്തു. അയാളെ ആക്രമിക്കാൻ വരുമ്പോൾ അയാളുടെ മാലയിൽ സ്പർശിക്കുന്നു. ശേഖറിന് കാര്യം മനസ്സിലായി. ആ മാലയിലാണ് അയാളുടെ ശക്തി ഇരിക്കുന്നത്. അത് പൊട്ടിക്കണം. ശേഖർ ധൈര്യം സംഭരിച്ച് തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. ഒരവസരത്തിൽ ശേഖറിനെ അയാളുടെ മാലയിൽ പിടുത്തം കിട്ടി. സമയം കളഞ്ഞില്ല. ആ മാല ശേഖർ വലിച്ചു പൊട്ടിച്ചു. ഒരു നിലവിളിയോടെ അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു. തീ പിടിച്ചതുപോലെ അയാൾ നിലത്ത് കിടന്നുരുണ്ടു. അയാളുടെ ശരീരത്തെ മാംസങ്ങൾ അടർന്നു വീണു. ഒരു നിമിഷം കൊണ്ട് അയാളുടെ ശരീരം വെറും ചാരമായി മാറി. അത് കാറ്റിൽ ലയിച്ചു ചേർന്നു. 3 പേരിലും ഒരു ആശ്വാസത്തിൻ്റെ ദീർഘനിശ്വാസമുണ്ടായി. ഇനി ഈ മുത്തിക്കുളത്തെ ആളുകൾക്ക് പേടികൂടാതെ രാത്രിയിൽ പുറത്തിറങ്ങാം.
അവർ ഭയപ്പെട്ടിരുന്ന ആ സാത്താൻ ഇനിയില്ല. പിറ്റേന്ന് സൂരജ് ശേഖരനോടും ചാർലിയോടും നന്ദി പറഞ്ഞ് അവരെ യാത്രയാക്കി.